മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കഴിഞ്ഞ രാത്രിയിൽ ന്യൂസ് 80 ചാനലിൽ മുസ്ലിം ലീഗിന്റെ വക്താവ് പച്ചക്ക് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ തോന്നിവാസം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഇവരൊക്കെ നല്ല ഒന്നാന്തരം മറുപടി നമുക്ക് മുന്നോട്ട് വെക്കാം. നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. അല്ല, BJP എന്ന രാജ്യദ്രോഹികൾ പറയുന്നത് പ്രാവർത്തികമാക്കുന്ന പണിയല്ല UDFന്റെയും കോൺഗ്രസിന്റെയും സർക്കാരിന്. അത് അവർ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ BJP ഗവൺമെന്റ് നോക്കിക്കോട്ടെ. ഇത് 1950 നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ വളരെ വലിയ ഡിബേറ്റ് നടന്നതാണ്. എന്നിട്ട് അവർ ആദ്യത്തെ 2 വരി മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 4 വരി പാടണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ 2026 ജനുവരിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ പുറത്തിറക്കുന്നത്. അത് അവർക്ക് രാഷ്ട്രീയ താല്പര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് രാജ്യത്ത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. എന്ത് ഗുണമാണ് ഈ വിവാദം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവുക? നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇന്ന് വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തിനോ രാജ്യത്തെ ജനങ്ങൾക്കോ ഏതെങ്കിലും രീതിയിൽ ഗുണമുള്ള ചർച്ചയാണോ അത് നമുക്കറിയാം. അത് 1876 ബങ്കിം ചന്ദ്ര ചാറ്റർജി അത് എഴുതുന്ന സാഹചര്യം, അദ്ദേഹം അന്ന് ജോലി ചെയ്തിരുന്ന മേഖല, അദ്ദേഹം 1882 ആനന്ദവടം എന്ന് പറയുന്ന ആ നോവൽ പുറത്തിറക്കിയപ്പോൾ ആ നോവലിനകത്തുള്ള കാര്യങ്ങൾ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്, അതൊക്കെ കൃത്യമായി പഠിക്കുമ്പോഴാണ് വി മുരളീധരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? രാജ്യത്തെ ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട BJP സർക്കാരിനെ, ഭാരതീയ ജനതാ പാർട്ടിയെ രാജ്യദ്രോഹികളെന്നൊക്കെ വിളിച്ചു പറയാൻ ഈ മുസ്ലിം ലീഗിന്റെ വക്താവിന് എന്ത് അർഹതയുള്ളത്? രാജ്യത്തെ ജനങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിച്ചിട്ടുള്ളത്. ആ ഭാരതീയ ജനതാ പാർട്ടിയെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കാൻ ലീഗിന്റെ വക്താവിനൊക്കെ എന്ത് അർഹതയുള്ളത്? ലീഗിന്റെ ചരിത്രമൊന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ, ഒന്ന് പിറകോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ, അന്നത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വെട്ടിക്കേറിയിട്ട് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന് രൂപം കൊടുത്തവരുടെ പേരാണ് മുസ്ലിം ലീഗ്. അന്ന് അവിടേക്ക് വണ്ടി കിട്ടാത്ത ആളുകൾ, അന്ന് അവശേഷിച്ച നമ്മുടെ രാജ്യത്തെ കുറച്ച് ആളുകൾ വീണ്ടും മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നു. ആ ലീഗിന്റെ ഒരു വക്താവ് ഇവിടെ എത്തിയിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ രാജ്യദ്രോഹികൾ എന്നൊക്കെ വിളിച്ചു പറയുമ്പോ ഇത്തരം ആളുകളെയൊക്കെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളണോ? പിന്നെ ഇവർ എടുത്തു പറഞ്ഞല്ലോ, ഇവരെന്താ വിളിച്ചു പറയുന്നത്? RSSന്റെ കാര്യാലയത്തിൽ നിന്ന് വരുന്നത് അത് BJP ഗവൺമെന്റ് നടപ്പിലാക്കിയാൽ മതിയെന്ന്. BJP ഗവൺമെന്റ് ആണ് നടപ്പിലാക്കുന്നത്. ഈ രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാ. ഈ രാജ്യം ഒന്നടങ്കമാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഈ ലീഗ് വക്താവിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെക്കാളൊക്കെ 1000 മടങ്ങ് തണ്ടുള്ള മമതാ ബാനർജിയെ ബംഗാളിലെ ജനത എടുത്ത് ആറ്റിലെറിഞ്ഞത് ഇതേപോലെ രാജ്യത്തെ വെല്ലുവിളിച്ചുള്ള അഹങ്കാരങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് ലീഗ് വക്താവും ലീഗിന്റെ ആളുകളും എന്നാണ് തിരിച്ചറിയാം. മമതാ ബാനർജി ഈ വക്താവിനേക്കാൾ വലിയ വെല്ലുവിളികൾ നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം നടത്തി ബംഗാൾ ജനത എടുത്ത് ആറ്റിൽ രാജ്യത്തെ ചോദ്യം ചെയ്താൽ അതിന് മറുപടി മലയാളികളും കൊടുക്കൂ. ഇവിടെ ഈ പറയുന്ന ലീഗ് വക്താവൊക്കെ നമ്മുടെ നാടിനെയാണ് അപമാനിക്കുന്നത്. വന്ദേ മാതരത്തെ പൂർണ്ണമായിട്ട് ആലപിക്കാൻ നമ്മുടെ കേരളത്തിൽ ലീഗ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യുക. മലയാളികൾ ഇവിടെ തല കുനിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ തല കുനിക്കുക. കേരളത്തിൽ എന്ത് വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കാൻ സമ്മതിക്കാത്തത് എന്ന ചോദ്യം വരിക. കേരളം അപമാനിക്കപ്പെടുകയാണ്. ഇത്തരം ലീഗിന്റെ ഈ ലീഗൊക്കെ എത്രത്തോളം വർഗീയ പാർട്ടിയാ നമ്മളിവിടെ മനസ്സിലാക്കുക. ഇവരുടെ വർഗീയ ചിന്ത വന്ദേ മാതരത്തെ പൂർണ്ണമായിട്ട് അന്നേ ആലപിക്കാൻ സമ്മതിക്കാത്തത് മുസ്ലിം ലീഗായിരുന്നു അന്നത്തെ. അവരുടെ ലക്ഷ്യം എന്താ? മതത്തിന്റെ പേരിൽ ഒരു രാജ്യം രൂപീകരിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തി. ആ മുസ്ലിം ലീഗ് പറഞ്ഞത് കേട്ടിട്ടായിരുന്നു വന്ദേ മാതരം പൂർണ്ണമായിട്ട് പിന്നീട് ആലപിക്കാതിരുന്നത്. ഇപ്പൊ അതിന്റെ ബാക്കി പത്രമായിട്ടുള്ള ഇന്നത്തെ മുസ്ലിം ലീഗ് അത് തന്നെ ആവർത്തിക്കുന്നു. ഈ പറയുന്ന വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കരുത്. അതിന്റെ കാരണമായിട്ട് എന്താ പറയുന്നത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിക്ക് പല വിഷയങ്ങളുടെ അന്നത്തെ സാഹചര്യം മനസ്സിലാക്കുമ്പോഴാണ് അപകടമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ ഉത്തരം ആ സാഹചര്യം വി മുരളീധരൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞങ്ങ് ഒപ്പിക്കുക. എന്തായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം ഈ എഴുതാനുള്ള ഒരു കാരണം? ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ
നമ്മുടെ ധീരദേശാഭിമാനികൾക്ക് ആവേശവും ഊർജവും പകരുന്ന വരികളെയാണ് പ്രത്യേക സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് പണ്ടുള്ള മുസ്ലിം ലീഗ് മത ഭീകര രാജ്യമുണ്ടാക്കിയ അന്നത്തെ മുസ്ലിം ലീഗ് പറഞ്ഞ അതേ ശൈലിയിൽ ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ വക്താവ് വിളിച്ചു പറയുന്നത് എന്ന് പറയുന്നത് വലിയ അപകടം തന്നെയാ. ലീഗ് എത്രത്തോളം അപകടമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇന്നത്തെ 22 MLA-മാരുടെയും ആ 22 പേര് MLA-മാരെ എടുക്കുമ്പോ മറ്റു മതത്തിലുള്ള ഏതെങ്കിലും ഒരാളെങ്കിലും ഇവര് വിജയിപ്പിച്ചോ? ഇവർ വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. പണ്ട് മതരാജ്യം ഉണ്ടാക്കിയ ആ ലീഗിന്റെ അന്നത്തെ നിലപാട് തന്നെയല്ലേ ഇന്നത്തെ മുസ്ലിം ലീഗിന്റെയും നിലപാട്. അന്നും കോൺഗ്രസിലെ മുസൽമാൻ ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, വന്ദേ മാതരത്തെ പൂർണ്ണമായിട്ട് ആലപിച്ചിരുന്നു, അതിനെ അംഗീകരിച്ചിരുന്നു. അന്നത്തെ മുസ്ലിം ലീഗ് മാത്രമായിരുന്നു എതിർപ്പ്. എന്തിനേറെ പറഞ്ഞു ഇന്നത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള മുസ്ലിം കോൺഗ്രസ് നേതാവായിട്ടുള്ള BRM ഷരീഫ് രംഗത്തെത്തിയിട്ട് വന്ദേ മാതരം ഞങ്ങൾ പൂർണ്ണമായിട്ട് ആലപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലേ? സകല മലയാളികളും ഇതൊക്കെ തിരിച്ചറിയണോ? BRM ഷരീഫ് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൂർണ്ണമായിട്ട് വന്ദേ മാതരം ആലപിച്ച സമയത്ത് പോസ്റ്റ് ചെയ്തത് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ദേശീയ ഗാനത്തെ പോലെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിന് ദേശീയ ഗീതവും. 1896 കൽക്കത്ത സമ്മേളനത്തിൽ ഇത് രവീന്ദ്രനാഥ ടാഗോർ പൂർണ്ണമായും ആലപിച്ചാണ് സമ്മേളനം തുടങ്ങിയത്. 1905 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയ മുദ്രാവാക്യമായി പാർട്ടി വന്ദേ മാതരം എന്നത് തിരഞ്ഞെടുത്തു. വന്ദേ മാതരം ദേശീയ ഗാനവും ദേശീയ പതാകയും എന്തിന് ഇൻകുലാബ് സിന്ദാബാദ് എന്നതടക്കം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഭാരതഭൂമി ദൈവത്തെ പോലെ മഹത്തരം, ശോഭനവും പ്രൗഢവും എന്നതാണ് അർത്ഥവും ഉള്ളടക്കവും. അതിൽ അപരമത വിദ്വേഷമില്ല. ആലാപന സൗകര്യാർത്ഥം ആദ്യഘട്ടം പാടിയിരുന്നെന്ന് മാത്രം. ഇനിയും പാടും. കാരണം വന്ദേ മാതരം കോൺഗ്രസിന് കൂടി വേണ്ടി രചിച്ചതാണ്. കോൺഗ്രസ് നേതാവായി പറയുന്നത്. ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാ ഇന്ന് കേരള സർക്കാർ വന്ദേ മാതരത്തെ സഭയിൽ നിന്ന് പൂർണ്ണമായിട്ട് ആലപിക്കാത്തത്. ഇത് അപകടമാണ്. ഇത് രാജ്യത്തെ വെല്ലുവിളിക്കാണ്. ഒരു തർക്കമില്ലാത്ത വിഷയം. BRM ഷരീഫിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നും വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കണമെന്ന് ഉയർത്തിപ്പിടിക്കുമ്പോൾ കോൺഗ്രസിന് അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? മുസ്ലിം ലീഗ് അത്രത്തോളം കോൺഗ്രസിനെ നിയന്ത്രിച്ചിരിക്കുന്നു. പണ്ട് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം രൂപീകരിച്ച മുസ്ലിം ലീഗിന്റെ ബാക്കി പത്രം അതേ നിലപാട് തന്നെയല്ലേ ഇന്ന് ലീഗ് അതല്ലേ വക്താവ് വിളിച്ചു പറയുന്നത്. എന്തിനാണ് ഇതൊക്കെ ചർച്ച? എന്തിനാണെന്നോ ലീഗ് ഇതിനെ എതിർക്കുന്നത് കൊണ്ടാണ് ഇതിവിടെ ചർച്ചയാവുന്നത്. രാജ്യത്ത് ഒന്നടങ്കം വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കുന്നു, കേരളത്തിൽ ആലപിക്കുന്നില്ല. അത് പിന്നെ ചർച്ച ചെയ്യണ്ടേ? ലീഗല്ലേ? ഒരു ഉളുപ്പുമില്ലാതെ സമയം വെറുതെ ആളുകളുടെ സാധാരണക്കാരുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ലീഗ് ഇതിനെ എതിർക്കുമ്പോ ഇത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കോ? ഈ ലീഗിന്റെ വർഗീയത ജനങ്ങൾ തിരിച്ചറിയണ്ടേ? ഒരു കാര്യം ഈ ലീഗ് വക്താവൊക്കെ അങ്ങ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ചിരിക്കുന്നു സഭയിൽ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുന്നോട്ട് പോകുന്നിടത്തോളം കാലം നമ്മുടെ കേരളത്തിൽ വളരെ വ്യക്തമാണ്. വന്ദേ മാതരം പൂർണ്ണമായിട്ട് തന്നെ ആലപിക്കൂ. ഒരു തർക്കവും അതിലാർക്കും തന്നെ വേണ്ട. ഒരു ലീഗുകാരനും പണ്ട് പാകിസ്ഥാൻ ഭീകര രാജ്യം രൂപീകരിച്ച അന്നത്തെ മുസ്ലിം ലീഗിന്റെ ചിന്തയുമായിട്ട് മുന്നോട്ട് വന്നാൽ ഇവിടെ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകളുണ്ട്. ഇത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ പോലെയുള്ള ഗവർണറുണ്ട്. ഇവിടെ വന്ദേ മാതരം നമ്മുടെ കേരളത്തിൽ രാജ്യത്ത് ഒന്നടങ്കം ആലപിക്കൂ. ഈ രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം. കേരളത്തില് ഒരു UDF സർക്കാർ വന്നതുകൊണ്ട് രാജ്യത്ത് ഒന്നടങ്കം നടപ്പിലാക്കുന്നതൊന്നും നടക്കില്ല എന്നൊന്നും പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. നിങ്ങളെക്കാൾ വലിയ ഈ മമതാ ബാനർജിക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ അല്ലേ ഈ ചൊപ്പ ലീഗും കൂട്ടരും ഇവിടെ വന്ദേ മാതരം ആലപിക്കുന്നതിന് കോൺഗ്രസിലെ തന്നെ ആളുകൾക്ക് ഒരു എതിർപ്പില്ല. പക്ഷെ ലീഗിന്റെ എതിർപ്പ് കാരണം UDF അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നു. കേരള സർക്കാർ, സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നു. അത് നമ്മുടെ കേരളത്തിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.